ഏവർക്കും സ്നേഹവന്ദനം. ഞാനിന്ന് എൻ്റെ ക്ലിനിക്കിൽ തന്നെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഞാൻ ഇരിക്കുന്നു. എല്ലാവർക്കും വന്ദനം. ഇത് കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, മാന്യ സുഹൃത്തുക്കൾക്കും വന്ദനം പറയുന്നു. പ്രയർ ക്ലിനിക്കൽ നാമത്തിലും അതുപോലെ ഡോക്ടർ രാജൂസ് ആൻഡ് മെസ്സേജസിൻ്റെ നാമത്തിലും ഞാൻ നിങ്ങൾക്ക് താങ്ക്സ് പറയുക. ഇന്ന് ഞാൻ ആണുങ്ങളുടെ മാത്രം വരുന്ന ഒരു രോഗത്തെക്കുറിച്ച് പറയാനായിട്ടാണ് പോകുന്നത്. അതിനെയാണ് എപ്പിഡൈമൈറ്റിസ് എന്ന് പറയുന്നത്. ഡയമൈറ്റൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മെയിൽസിനെല്ലാം ഒരു 2 ഫീമെയിൽസിനെ അപേക്ഷിക്കുമ്പോൾ നമുക്ക് പെനിസുമുണ്ട്. അതുപോലെ നമുക്ക് ഈ കോഴിമുട്ടയുടെ ആകൃതിയിൽ 2 ടെസ്റ്റിക്കിൾസ് അല്ലെങ്കിൽ ടെസ്റ്റിസ് നമ്മുടെ ജനിറ്റേലിയയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ചില ആൾക്കാർ ചോദിക്കും, ഇതിപ്പം ടെസ്റ്റിസ് ആണെന്ന് വെച്ചോ, എന്തിനാണ് ഈ തുണിയുടെ ആവരണത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്? അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ടെമ്പറേച്ചർ വർദ്ധിച്ചാൽ ക്രൊമറ്റോജെനിസിസിനെ അല്ലെങ്കിൽ സ്പേം ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ ഇത് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും അത് ഉണ്ടാകാതിരിക്കരുത്. അതിനുവേണ്ടിയാണ് ഈ സ്ക്രോട്ടം നമ്മൾ ഇത് ബാഗിൽ സൂക്ഷിക്കുക. നമ്മളല്ല, ദൈവം അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഈ സ്ക്രോട്ടത്തിന് ഇൻഫ്ലമേഷൻ വരാം, ടെസ്റ്റിസിന് ഇൻഫ്ലമേഷൻ വരാം. അതുപോലെ തന്നെ ഈ എപ്പിഡൈമിസ് സാധാരണ ഈ ടെസ്റ്റിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വിരൽ പോലെ ഇരിക്കും. ഇതിൻ്റെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പേംസ് ഈ ടെസ്റ്റിസിൽ ഉണ്ടാക്കും. ഈ സ്പേംസ് ടെസ്റ്റിസിൽ ഉണ്ടാക്കുന്ന സ്പെർമറ്റോജെനിസിസ് കഴിഞ്ഞ് ഇത് ഈ എപ്പിഡൈമൈറ്റിസിൽ കൂടി അത് പടരാനായിട്ട് സാധ്യതയുണ്ട്. പോകാനുള്ള കനാലാണ്. അപ്പോൾ ടെസ്റ്റിസിന് ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് എപ്പിഡൈമിസിലും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് നമ്മുടെ മൂത്രത്തിലുള്ള പഴുപ്പിനെ ഇതിനെ ഇൻഫെക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ഈ ലൈംഗിക രോഗം ഇതിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഈ ലൈംഗിക രോഗമുള്ളവർ ഇപ്പം ആ രോഗമൊക്കെ കുറവാണ്. കാരണം ഈ കോണ്ടമൊക്കെ വന്ന പിന്നെ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ലൈംഗിക രോഗങ്ങളൊക്കെ വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മുടെ എപ്പിഡൈമിറ്റിസിനും വലിയ ഇതായിട്ട് വരും. നമുക്ക് വലിയ വേദന വരും. അതുപോലെ നമുക്ക് ചില സമയത്ത് ഈ പതക്കളയൊക്കെ അങ്ങ് വെറുക്കും. അതുപോലെ നല്ല ടെമ്പറേച്ചർ വരും. അതുപോലെ ഈ നമ്മൾ ചിലപ്പോൾ നമുക്ക് കിടുങ്ങലും പനിയും ഒക്കെ വരും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ലൈംഗിക രോഗങ്ങളിലുള്ള മെയിൻ ഒറിജിൻ എന്ന് പറയുന്നത്, അത് ഒറിജിൻ എന്ന് പറയുന്നതാണ് സ്ത്രീകളെന്ന് വരാം, അത് ഗൊണേറിയ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്ന് വരാം, പിന്നെ STD, മറ്റ് അനേക STDകൾ, അതുപോലെ സെക്ഷലി ലൈംഗിക രോഗങ്ങൾ, അതുപോലെ മറ്റ് ക്ലമീഡിയ മുതലായ ഓർഗാനിസം ഇതുണ്ടാക്കാം. ചില സമയത്ത് നമ്മൾ പനി നോക്കുമ്പോൾ യാതൊരൊന്നും കാണത്തില്ല. പക്ഷേ അപ്പം ഡോക്ടറുടെ കണ്ണ് ആ ടെസ്റ്റിസിൽ പോകണം. ആ ടെസ്റ്റിസിൽ പോകുമ്പോൾ ചിലപ്പോൾ ടെസ്റ്റിസ് ഇൻഫ്ലമേഷൻ ആയിരിക്കും, അത് പറയത്തുമില്ല. ചിലർക്ക് വലിയ വേദന എടുത്തൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇതങ്ങ് ഇതിനകത്ത് ഭയങ്കര ഇതായിരിക്കും, വേദനയായിരിക്കും. തൊടുമ്പോഴത്തേക്ക് അങ്ങ് തൊട്ട് ചാടും. അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. നമ്മൾ തൊട്ട് ചാടും. ഇതിനെ നമുക്ക് സ്വയം ചികിത്സിക്കാനായിട്ട് പറ്റത്തില്ല. ഇതിനെ ചികിത്സിക്കേണ്ടത് ഡോക്ടറെ കണ്ട് നമ്മൾ ചികിത്സിക്കണം. അപ്പോൾ അദ്ദേഹം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തരും. നല്ല ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തരുമ്പോഴത്തേക്ക് 2-3 ദിവസം കൊണ്ട് ഇത് മാറും. എന്നാൽ ഒരാഴ്ച നമ്മൾ വിശ്രമിക്കണം. അങ്ങനെ ഇത് യങ് അഡലസനാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇങ്ങനെ ഈ എപ്പിഡൈമിറ്റിസ് ചില ആൾക്കാർക്ക് പൊതുവെ ടെസ്റ്റിസ് നമുക്കറിയാം, 2 വൃഷണങ്ങളും 2 ലെവലിലാണ് നിൽക്കുന്നത്. മറ്റേത് കുറച്ച് താഴെയായിരിക്കും, മറ്റേത് കുറച്ച് മുകളിലായിരിക്കും. അപ്പോൾ ഇവിടെ വേദനയും പഴുപ്പും വരുന്നതായിട്ടുള്ള സമയത്ത് ചിലപ്പോൾ അത് പ്രോസ്റ്റൈറ്റിസിലേക്കും യൂറിത്രൈറ്റിസിലേക്കും ലീഡ് ചെയ്യാം. ചില സമയത്ത് തിരിച്ച് യൂറിനൽ ഇൻഫെക്ഷൻ വരാം. അങ്ങനെ ഇത് മറിഞ്ഞു വരാം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. ഈ ജനിറ്റേലിയ ഭാഗങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇൻഫെക്ഷനൊക്കെ അവിടെ നിന്നൊക്കെ വരാം. ചിലരുടെ ജനിറ്റേലിയയിൽ വളരെയധികം വൃത്തികേടാക്കി സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അങ്ങനെയല്ല, നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഡോക്ടർ പറയുന്ന പോലെ കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, പിന്നീട് ഒക്കെ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും.
വിടുതലറിയാറ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം, ഞങ്ങളെ വിളിച്ച് ചോദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.